ഞാൻ സ്വാതി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നീറ്റൊന്നുമില്ല ഇനി. എല്ലാവരും 2025 വേണ്ടിയിട്ട് നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി ചിലപ്പം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും ചൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. ഭയങ്കര ഡൗട്ട് ഉണ്ടാവും, ഓൺലൈൻ ചൂസ് ചെയ്യണോ ഓഫ്ലൈൻ ചൂസ് ചെയ്യണോ, ഇങ്ങനെയൊക്കെ കുറച്ച് ഡൗട്ട് അടിച്ച് നിൽക്കുന്ന കുട്ടിയൊക്കെ വേണ്ടിയിട്ട് ഓൺലൈനിലെയും ഓഫ്ലൈനിലെയും എനിക്ക് പേഴ്സണലി തോന്നിയ കുറച്ച് പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞു തരാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കൊണ്ട് ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു പ്രിപ്പറേഷൻ സമയത്ത് ആദ്യത്തെ ഒരു 3 മാസം ഓൺലൈനായിട്ടും അടുത്തൊരു 8 മാസം ഓഫ്ലൈനായിട്ടാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് പൊതുവെ പേഴ്സണലി എനിക്കിഷ്ടം ഓഫ്ലൈനാണ്. കാരണം എൻ്റെ കുറച്ചുകൂടെ ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ നന്നായിട്ട് സംസാരിക്കണ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ എനിക്ക് ഓഫ്ലൈൻ ആവുന്ന സമയത്ത് എനിക്ക് ടീച്ചേഴ്സൊക്കെ ആയിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഇപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ട് പഠിക്കാൻ പറ്റണ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ കാലത്തും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓഫ്ലൈൻ ക്ലാസ്സസ് തന്നെയാണ്. പക്ഷേ എല്ലാവരും എന്നെ പോലെ ആവണമെന്നില്ല, ഓരോരുത്തർക്കും ഓരോ ചോയ്സസ് ആയിരിക്കും. അപ്പോൾ പൊതുവേ ഉള്ള കുറച്ച് പ്രോസും കോൺസും ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓൺലൈനിനെ പറ്റി പറയാം. ഓൺലൈനിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് നമ്മൾ വീട്ടിലിരുന്നിട്ടാണ് പഠിക്കണത്. അപ്പോൾ വീടിൻ്റെതായിട്ടുള്ള നല്ല അറ്റ്മോസ്ഫിയർ, നമുക്ക് വീട്ടിൽ കിട്ടണ നമ്മളെ ഇഷ്ടപ്പെട്ട ഫുഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ടത്തെ പോലെ തന്നെ ആയിരിക്കും. ലൈക്ക് ഒരു മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഹോം സിക്നെസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഓൺലൈനിൽ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള ടൈമിൽ നമ്മുടേതായിട്ടുള്ള ഷെഡ്യൂളിൽ ഇപ്പോൾ നമുക്ക് 1x തന്നെ കാണണ്ട, അത് ഈസി ആയിട്ട് മനസ്സിലാവുന്ന. ഇപ്പോൾ ബയോളജിയൊക്കെ ചിലർ 1x തന്നെ കണ്ടതൊന്നും വരില്ല, ചിലരത് 2x ചിലരിപ്പം അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ ടൈമിൽ തന്നെ നമുക്കത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പറ്റിയ ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്ട്സിൻ്റെ ക്ലാസ്സസ് കാണാം. ഇനി ഭയങ്കര വീക്കായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ക്ലാസ്സസ് കാണാം. ആ രീതിക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് അതായത് നമുക്ക് അറിയാവുന്ന ക്ലാസ്സസൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ബയോളജിക്ക് നന്നായിട്ട് അറിയുന്ന ക്ലാസ്സസൊക്കെ ചിലപ്പോൾ നമ്മൾ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സൊക്കെ കാണാണ്ടൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ കോൺസ് അല്ലെങ്കിൽ കുറച്ച് ദോഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്, ഒന്നാമത്തെ കാര്യം ഡിസ്ട്രാക്ഷൻ ആണ്. അത് എല്ലാവർക്കും ഉണ്ടായിന്ന് വരില്ല, പക്ഷെ ഒരു 50% ഓഫ് സ്റ്റുഡൻസും ഉണ്ടാവുന്ന ഒരു വലിയ കാര്യമാണ് ഡിസ്ട്രാക്ഷൻ. കാരണം നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഗാഡ്ജറ്റ് വഴിയാണ്. ഇപ്പോൾ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ്ലറ്റ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ് വഴിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെറ്റ് മസ്റ്റായിട്ട് മൊബൈൽ ഡേറ്റ ഓൺ ആക്കിയിട്ടാണ് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരും, നമ്മൾ അറിയാണ്ട് ചില കോൾസ് വരും ഫോണിലേക്ക്, അല്ലെങ്കിൽ അടുത്തുള്ള ഗാഡ്ജറ്റ്, അങ്ങനെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി ഓൺലൈനാണ് ഇഷ്ടം, അങ്ങനെ നിങ്ങൾ ഓൺലൈനാണ് പെർസ്യൂ ചെയ്യുന്നതെങ്കിൽ മാക്സിമം ഈ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ എല്ലാം ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ ഏത് ഗാഡ്ജറ്റ് കൂടെയാണോ ക്ലാസ്സസ് കാണുന്നത് അതിൽ സിമ്മൊന്നും ഇടാണ്ട് മാക്സിമം സ്റ്റഡി ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം ആ ഒരു ഗാഡ്ജറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറേ കണ്ടിന്യൂസ് ആയിട്ട് എത്രയോ ഒരു ദിവസം നമുക്ക് ഒരു 10-12 മണിക്കൂറിൻ്റെ ക്ലാസ്സസ് ഒക്കെ മേ ബി കണ്ടു തീർക്കേണ്ട ദിവസമൊക്കെ വരും. കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും നേരം കണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു പെയിനും സ്ട്രെയിനും ഒക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ക്ലാസ്സസ് ഒരു കുറച്ച് നേരം ഗാഡ്ജറ്റ്സിലോട്ട്, ഇപ്പോൾ ഒരു അരമണിക്കൂർ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കണ്ണിന് റെസ്റ്റ് കൊടുക്കുക, വേറെ ഏതെങ്കിലും ദൂരത്തേക്കുള്ള സ്ഥലത്തൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഏറ്റവും ഓൺലൈനിൽ മിസ് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ടീച്ചേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതിപ്പോൾ റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് തീരെ പറ്റില്ല. ഓൺലൈൻ ക്ലാസ്സസ്, അതായത് ഇപ്പോൾ ലൈവ് ക്ലാസ്സസ് നടക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഡൗട്ടൊന്നും ചോദിക്കാൻ പറ്റില്ല, കാരണം എത്രയോ തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് കാണുന്ന ക്ലാസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് നമ്മളുടേതായിട്ടുള്ള ഡൗട്ട് ചോദിക്കാനൊക്കെ കുറേ ടൈമൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു പ്രശ്നം വരുന്നുണ്ട്. ഈ ഒരു നമുക്കിപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് ആയാലും ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തോന്നുന്ന ഡൗട്ടാണെങ്കിലും ഈ ഇൻറ്ററാക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഓൺലൈനിൽ അത്യാവശ്യം നല്ലോണം ഉണ്ട്. പക്ഷേ അതൊന്നും കുഴപ്പമില്ലാത്തവർക്ക് ഓൺലൈൻ വിൽ ബി ദ ബെസ്റ്റ് ചോയ്സ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എപ്പോഴും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തോന്നിയിട്ടുള്ളത് ഓഫ്ലൈൻ ആണ്. ഞാൻ അഗെയിൻ റിപ്പീറ്റ് ചെയ്യണം, അത് പേഴ്സൺ ടു പേഴ്സൺ ഓരോരുത്തരുടെ ചോയ്സാണ്. ഓഫ്ലൈനിൽ ഞാൻ കണ്ട ദോഷം എന്ന് പറയുന്നത്, നമുക്ക് ഒരു വീട്ടിൽ കിട്ടുന്ന അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ലല്ലോ. അപ്പം അതിൻ്റെതായ ഹോം സിക്നെസ് ഒക്കെ ചില കുട്ടികൾക്കൊക്കെ ആദ്യം ഉണ്ടായിന്ന് വരാം. പക്ഷെ എനിക്ക് വലിയ രീതിയിൽ ഹോം സിക്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ അത് ഓരോരുത്തരുടെ കുട്ടികളുടെ ടൈപ്പ് അനുസരിച്ച് ചിലർക്ക് അത് ഇപ്പോൾ ആദ്യത്തെ ഒരു മാസമൊക്കെ ഉണ്ടാവും, പിന്നെ അതങ്ങ് മാറിക്കോളും. പക്ഷെ ചിലർ ഈവൻ നീറ്റ് എക്സാമിൻ്റെ ലാസ്റ്റ് വരെ ഈ ഹോം സിക്നെസ് ഒക്കെ കൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പം മാറുന്ന സാധനമാണ്. പിന്നെ ഓഫ്ലൈന് തോന്നുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ഞാൻ ഓൺലൈനിൽ ഇല്ലാത്തൊരു സാധനം, നമുക്ക് ഇൻ്ററാക്ട് ചെയ്തിട്ട് ക്ലാസ്സിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പം തന്നെ സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റും. പിന്നെന്താ, നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ആയാലും സാറിൻ്റെ അടുത്ത് നമുക്ക് പേഴ്സണലി പോയിട്ട് നമ്മളുടെ എന്ത് ഡൗട്ട് വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റും. പിന്നെ ഹോസ്റ്റലിൽ എല്ലാവരും ഇരുന്ന് പഠിക്കായിരിക്കും. അപ്പോൾ ഒരു ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആയിരിക്കും ഹോസ്റ്റലിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം വീട്ടിലിരുന്നാൽ പഠിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എൻവയോൺമെൻറ്റ് കിട്ടുന്നില്ല. ഇപ്പോൾ രാവിലെ എണീക്കണു, പഠിക്കണു, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാണ് പോകുന്നത്. പക്ഷേ ഹോസ്റ്റലാവുന്ന സമയത്ത് അവിടെ അതിൻ്റേതായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാവും. രാവിലെ ഇത്ര മണിക്ക് എണീക്കണം, എന്നിട്ട് ഇങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഇത്ര മണിക്ക് ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും അത് ചെയ്യുന്ന സമയത്ത് നമ്മളും ഈവൻ ദോ നമ്മൾ മടിച്ചിരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ അറിയാണ്ട് അങ്ങ് സിസ്റ്റമാറ്റിക് ആയിപ്പോവും. എല്ലാവരും ചെയ്യുന്ന കാണുമ്പോൾ ആണല്ലോ, പഠിക്കണമല്ലോ, ഇത്രയും കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ പെട്ടെന്ന് നമുക്ക് വരും. പിന്നെ ഓൺലൈനിൽ ഇല്ലാത്തതും ഓഫ്ലൈനിൽ ഉള്ളതുമായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരു ഓഫ്ലൈൻ എക്സാമാണ്. നമ്മൾ OMR ബബിൾ ചെയ്തിട്ടാണ് നീറ്റ് എക്സാം എഴുതുന്നത്. JEU അതുപോലെയല്ല. അപ്പം നീറ്റ് എക്സാം ഓഫ്ലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനായിട്ട് പലപ്പോഴും എക്സാം എഴുതുന്ന സമയത്ത് പലരും OMR ആ ടൈമിൽ ബബിൾ ചെയ്യാൻ ശ്രദ്ധിക്കില്ല. കാരണം അവർ കൂടുതൽ ടൈം ലാഭിക്കാലോ, എക്സാമിന് നല്ല റാങ്ക് വാങ്ങാലോ എന്നുള്ള രീതിക്ക് ഓൺലൈനായിട്ട് എക്സാം എഴുതുന്നവർ പലപ്പോഴും ഈവൻ ദോ OMR ഷീറ്റിൽ ബബിൾ ചെയ്ത് ശീലിക്കണം എന്ന് പറഞ്ഞാൽ പോലും ചെയ്യില്ല. പക്ഷെ ഓഫ്ലൈൻ നമുക്ക് വേറെ വഴിയില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ടിക്ക് ചെയ്ത് നമ്മൾ OMR ഷീറ്റിൽ നമ്മൾ ബബിൾ ചെയ്തിരിക്കണം. അപ്പം അത് ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം നല്ല പഠിക്കുന്ന കുട്ടിക്ക് പോലും OMR ഷീറ്റിൽ ബബിൾ ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ ഇത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസസ് ഉണ്ട്. ഇപ്പം 57ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇടേണ്ടത് അറിയാതെ 58നായി പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ശ്രദ്ധിക്കാതെ ബാക്കി ഓർഡറിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസർ തെറ്റിപ്പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു OMR ഷീറ്റിൽ ബബിൾ ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ്. അപ്പോൾ ഓഫ്ലൈനിൽ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്, നമ്മളത് നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഫോഴ്സ് ചെയ്തിട്ട് OMR ഷീറ്റിൽ ബബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓൺലൈൻ ആവുന്ന സമയത്ത് അങ്ങനെയാണ്. നമുക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ ഗാഡ്ജറ്റിൽ എക്സാംസ് എഴുതുന്ന സമയത്ത് നമ്മൾ തന്നെ ചെയ്യണം. OMR സെപ്പറേറ്റ് നമ്മൾ വെറുതെ എഴുതി പഠിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഓഫ്ലൈൻ ആവുന്ന സമയത്ത് അതൊരു മസ്റ്റ് ഡു തിങ് ആണ്. പിന്നെ ഡിസ്ട്രാക്ഷൻസ് കുറവായിരിക്കും. കാരണം നമ്മൾ കംപ്ലീറ്റ്ലി ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ എല്ലാവരും പഠിക്കുന്ന ഒരു എൻവയോൺമെൻ്റ് ആണ്. ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ്. അപ്പം ഇവിടെ ഇങ്ങനെ ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ ദിവസവും ഒരു സെയിം ടൈം ടേബിളിൽ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല സിസ്റ്റമാറ്റിക് ആവും. ഭയങ്കര ഒരു ഓർഡേർഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്നത് പോലെ തോന്നും. പിന്നെ ഇതൊക്കെയാണ് മെയിൻലി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പലരും നമ്മൾ യൂട്യൂബിൽ ലൈവ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഡൗട്ട് ചോദിക്കുന്നേക്കാം, ഓൺലൈനായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടില്ലേ, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് പഠിച്ചാൽ കിട്ടില്ല. ആക്ച്വലി അങ്ങനെ ഒരു സംഭവമില്ല കേട്ടോ. നമുക്ക് രണ്ടിനായാലും ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള പ്രോസും കോൺസും ഉണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ജനറൽ കാര്യങ്ങളാണ്. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഏത് കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് പഠിക്കാൻ പറ്റുക ഏത് എൻവയോൺമെൻറ്റിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ചൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നീറ്റ് 2025 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല അടിച്ചും പൊളിയായിട്ട് പഠിക്കട്ടോ.